ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗീവ് അവയുടെ വിന്നറിനെ നാളെ അനൗൺസ് ചെയ്യാം കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പേര് കയ്യിൽ വെച്ച ആൾ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാട്ടോ ആ ഒരു എന്നാ ഇതില്ലേ യൂട്യൂബിനകത്തെ ആ ഒരു ഇങ്ങനെ വന്നിട്ടുള്ള ഐ ഡി വേണ്ട പറയാൻ. അത് കാണാതെ അറിയത്തില്ല. അത് വെച്ച ആൾ സ്ഥലത്തില്ല. എനിക്കിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഒരു സ്ഥലം വരെ പോകുക വേണം. അതുകൊണ്ടാട്ടോ നാളെ ഇടാവേ. അപ്പോൾ ഇന്ന് നല്ല സാരീസ് കാണിക്കാം. അത് എന്നാണെന്നൊന്നും ഞാൻ വിശദീകരിച്ചെന്ന് പറയുന്നത്. ഇത് സെമി ലിനൻ സാരിയാണ്. നല്ല എന്താ പറയുക, ഡെയിലി വെയർ ആയിട്ടോ നിങ്ങൾക്ക് ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സാരീസാണ്. ഒരു ബ്ലാക്ക് കളറിന് ഒരു കളറാണ്. ഒരു ഡിസൈനർ വെയറിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട്. ഇതുണ്ട് ബ്ലാക്ക്, ഒരു ക്രീം, ഇങ്ങനെ ഒരു മൾട്ടി കളേഴ്സ് വന്നിട്ടുള്ള നല്ലൊരു സാരി. നമുക്ക് എപ്പോഴും ഇത് ഒത്തിരി സെയിലുള്ള. ഇത് ശരിക്കും സെമി ലിനൻ ആണ് സ്റ്റഫ്. ഇതിന് സ്റ്റാർച്ച് ചെയ്തല്ല ഇത് ശരിക്കും കൊടുക്കേണ്ടത്. സെമി ലിനൻ എന്ന് പറയുമ്പം സ്റ്റാർച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് സ്റ്റാർച്ച് വേണം, അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷാമ്പു വാഷ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ സാരി. ഇനി ഇതിൻ്റെ ബ്ലൗസ് ഒന്ന് കാണിച്ചു തരാവേ. ബ്ലൗസ് വരുമ്പോഴേ ഇങ്ങനെ വരും. ആ ഡിസൈൻ ഒന്ന് മങ്ങി വരും. ഇത് ബോഡിയുടെ ഡിസൈൻ, ഇതിങ്ങനെ മങ്ങി വരുന്ന പോലെ ബ്ലൗസിൻ്റെ ഡിസൈൻ. ബ്ലാക്ക് ഇട്ടാലും നല്ലതാട്ടോ. അടുത്തത് ഇതിങ്ങനെ വൈറ്റിൽ, ഇതും സെമി ലിനനാണ്. വൈറ്റിൽ ഇങ്ങനെ ഒരു റാണി പിങ്ക് മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ബോർഡർ. നല്ല സിമ്പിൾ വെയർ സാരി. ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ഇപ്പം ഏറ്റവും കൂടുതൽ നല്ല ഡിമാൻഡിൽ പോകുന്ന ഒരു ഐറ്റം ഇത് തന്നെയാണ്. ഈ ഫ്ലോറൽ പ്രിന്റ് വൈറ്റ് ഇതിനൊക്കെ ഭയങ്കര എപ്പോൾ എടുത്താലും ഉണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ലുക്കാണ്. ഒരു കുലീന ലുക്ക് പറയുന്ന പോലെ ഒരു ലുക്കാണ് ഇത്. മുന്താണി പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഒരു ടാസിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മുന്താണിക്ക് ഇങ്ങനെ വൈറ്റ് ടാസിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റാണ്. അതാണ് ഈ കറുത്ത് കാണുന്നത്. ഇതുണ്ടോ, ഇതാണ് ബ്ലൗസ്. ഈ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ കയ്യിലെ ബോർഡറുമായിട്ട് ബ്ലൗസ് ഫ്ലോറൽ പ്രിന്റ്. ഇങ്ങനെ കുറുകെ ലൈൻസ് പോകുന്നുണ്ട്. അപ്പം ഒട്ടും വണ്ണമൊന്നും തോന്നിക്കത്തില്ല. അതും സെമി ലിനൻ തന്നെയാണ് മെറ്റീരിയൽ കേട്ടോ. ഇനി അതിൻ്റെ ഫ്ലോറൽ പ്രിന്റിന് പകരം ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ്. വൈറ്റേ കൂടെ പീച്ച് ഷെയ്ഡ്. ഞാൻ ആ സാരിയുടെ ഭംഗി നോക്കാൻ പോയത് എൻ്റെ ഇടയ്ക്ക്. ഈ അകത്തിങ്ങനെ കളറിൽ കാണുന്ന എന്നാ പറയുക, ബ്ലൗസിൻ്റെ ഭാഗമാണ്. പീച്ച് ബ്ലൗസാണ്. നല്ല രസമാണ്. നല്ല പ്യുവർ വൈറ്റാണ്. നല്ല ഭംഗിയാണ്. നല്ല ഒരു എടുപ്പ് കിട്ടും ഇത് എടുത്താൽ. മുന്താണി വന്നിട്ട് ഇങ്ങനെ ആ പീച്ച് നിറച്ചും വന്നിട്ടുള്ള മുന്താണി. ബ്ലൗസ് ഇത് ഒരു ചെറിയൊരു ചുങ്കിടി പ്രിന്റ് വരുന്ന ബ്ലൗസ്. ഇനി ജൂട്ട് ടസറിൻ്റെ ഒരു സാരി കാണിക്കാം കേട്ടോ. ഭയങ്കര ഡിമാൻഡുള്ള ഒരു സ്റ്റഫാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നല്ല റേറ്റ് ഫീൽ ചെയ്യിക്കുന്ന, റേറ്റ് അത്യാവശ്യം ഉണ്ട് താനും, ഇല്ല 2000 ശിഷ്ടം റേറ്റ് ഉണ്ട്. അപ്പം നല്ല റേറ്റ് ഫീൽ ചെയ്യിക്കുന്ന ഇത് കണ്ടോ. ഇത് ഹാൻഡ് വർക്കായി ചെയ്തിരിക്കുന്നത്. ഈ ത്രെഡ് എല്ലാം ഹാൻഡ് വർക്കായി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡിയിലും ഇങ്ങനെ ഈ ബുട്ടാസ് പോലെ ചെയ്തിരിക്കുന്നതെല്ലാം ഹാൻഡ് വർക്കാണ്. ജൂട്ട് ടസറാണ്. ജൂട്ടും ടസറും കൂടെ മിക്സ് ആയിട്ടുള്ള സ്റ്റഫാണ്. നമുക്കിത് ഷോപ്പിലൊക്കെ ഇഷ്ടം പോലെ സെയിലുള്ള ഒരു ഐറ്റമാണ്. കാരണം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ. സിമ്പിൾ വെയർ ആയിട്ടോ എങ്ങനെ വേണം, പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ കൊടുക്കാം. താഴത്തെ ബോർഡറിന് ഒരു ഇത്രയും വീതിയുണ്ട്. അതിലെല്ലാം ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുക. ഈ ഒരു പാർട്ട് കണ്ടോ, ഇതും ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, മുന്താണി ഫുള്ള് ഹാൻഡ് വർക്കാണ്. കളറ് ചോദിച്ചാലുണ്ടല്ലോ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ജൂട്ടിൻ്റെ ആ നല്ല ഫീല്, ടസറിനെ കഴിഞ്ഞ് എടുത്ത് നിൽക്കുന്ന ജൂട്ടിൻ്റെ ആ ഒരു ഫീലാണ് സാരിക്ക്. നല്ല സാരി, നല്ല ക്ലാസ് ആയിട്ടുള്ള സാരി. ഇനി അതിൻ്റെ ബ്ലൗസ് കണ്ടോ. ഈ കയ്യിൽ ഈ ഒരു 3 ഇത് ചെയ്തിട്ടുണ്ട്. കൈയുടെ ഇവിടെ സൈഡിൽ വരുത്താനായിട്ട്. ഇതാണ് ബ്ലൗസ്. ഇതിപ്പോൾ കാഴ്ചയിലുണ്ടല്ലോ ഉള്ള ഭംഗിയല്ല. ഇതിന് ഭയങ്കര കളറെടുപ്പും അങ്ങനത്തെ ഇതൊന്നുമല്ല. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫീലാണ്. ആ ഒരു സ്റ്റഫിനും ആ ഒരു ത്രെഡ് വർക്കും എല്ലാം കൂടെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഫീലാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. കണ്ടാൽ നമ്മൾ ഓർക്കും ഒരു ഡൗൺ കളറാണ് അങ്ങനെയാണ്. പക്ഷെ അത് ഉടുത്ത് കഴിയുമ്പോൾ ഇത് ഒരു കോട്ട സാരി.
നെറ്റ് കോട്ട, ഫ്ലോറൽ പ്രിന്റ് വരുന്ന നെറ്റ് കോട്ട. സ്കാലപ്പ് വർക്ക് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നെറ്റ് കോട്ടയാണ് ഫാബ്രിക്. നെറ്റ് കോട്ട എല്ലാവരുടെയും, ഏത് പ്രായത്തിലുള്ളവർ എങ്ങനെ കൊടുത്താലും സ്റ്റാൻഡേർഡാണ് നെറ്റ് കോട്ട. എവർഗ്രീൻ, ആർക്കും എല്ലാ കാലത്തും നെറ്റ് കോട്ടയ്ക്ക് ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം പോകത്തേ ഇല്ല. അതിപ്പോൾ ചുരിദാറാട്ടെ, സാരി ആട്ടെ, എന്തോ ആട്ടെ. അത് ഫ്ലോറൽ പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ്. ബ്ലൗസ് വരുമ്പോൾ ദേ ഇങ്ങനെ വരും, നിറച്ചും ക്രീം കളർ കേട്ടോ. സാൻഡൽ എന്ന് പറയത്തില്ല, ക്രീം. ഇനി അതിൻ്റെ തന്നെ, അതിന് പീച്ചായിരുന്നു ബോഡിയിൽ, ഇതിനാണെങ്കിൽ വന്നിട്ട് ലാവണ്ടർ. ഇത് വരും മുന്താണി. ബോഡി ഇങ്ങനെ. ഈ ഫ്ലോറൽ പ്രിന്റ് ഉള്ള സാരി ഉടുക്കുന്നത് ഭയങ്കര രസമല്ലേ, ഭയങ്കര ഒരു എടുപ്പുണ്ട് അതിന്. ഇപ്പം ഡിമാൻഡ് കൂടി വരിക. ഫ്ലോറൽ പ്രിന്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്തതോ പുതിയ മോഡലോ ഒന്നുമല്ല, എന്നാൽ പോലും ഓരോ സമയത്ത് ഓരോന്ന് വരും. ബ്ലൗസ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി ഫങ്ഷൻ വേറെ സാരി ഒന്നും കാണിച്ചില്ല. ഇത് നമ്മൾക്ക് നേരത്തെ വന്നത് ഞാൻ കാണിച്ചിട്ടുള്ളത് ഭയങ്കര ഡിമാൻഡുള്ള സാരിയാണ്. നമ്മുടെ ഫുൾക്കാരി, ബനാറസി ഫുൾക്കാരി എല്ലാം കൂടി വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള, എൻ്റെയൊക്കെ പേഴ്സണൽ ഭയങ്കര ഫേവററ്റാണ്, ഭയങ്കര ഫേവററ്റ്. ഇതാണ് അതിൻ്റെ ബോർഡർ, നീംസറി ബോർഡർ. രസം നോക്ക്. എന്നിട്ട് ഭയങ്കരമായിട്ട് ബോഡി ഹഗ്ഗിങ് ആണ്. ഇത് നമ്മൾ ഈ സിൽക്കല്ല കേട്ടോ, ഇത് സിൽക്കല്ല, കോട്ടൺ ഫുൾക്കാരിയാണ്. കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ജൂട്ടിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഇത് വരും. കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് നിറച്ചും ഇതുണ്ടോ, ഫുൾക്കാരിയാണ്. ബോഡിക്കും ഫുള്ള് ഇങ്ങനെ വരും ഇവിടുത്തെ ബോർഡർ. മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ. താഴത്തെ ബോർഡർ അടിപൊളി. ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോണ്ടല്ലോ രസമാണ്. പിന്നെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, തീർന്നതാണ്. ബ്ലൗസ് പാർട്ടി വെയർ, പക്ക പാർട്ടി വെയർ. അതിൻ്റെ ഒരു കളറും കൂടെ കാണിക്കാം. ഇത് എനിക്ക് എന്നാ ഇഷ്ടമാണോ. ഇതുണ്ടോ, ഇതിൻ്റെ നിങ്ങളിത് നോക്ക്, ബോർഡർ ജക്വാഡ്. ഇത് രണ്ട് ടൈപ്പാണ്, ഒരു ടൈപ്പല്ല, രണ്ട് ടൈപ്പാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബോർഡർ ഒരേ പോലെയാണ്. താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും ഒരേ വീതിയാണ് കണ്ടോ. ഇതിൻ്റെ മുന്താണിക്കും വ്യത്യാസമുണ്ട്. മുന്താണി കണ്ടോ എന്നാ രസമാണ്. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ. ഇന്ന് ഇത്രയും സാരീസേ ഉള്ളൂ. ഇനി എന്നാ പറയുന്നത്, കുറേ നല്ല സാരീസ്. ഞാൻ ഒരു പർച്ചേസ് യാത്രയിലേക്ക് പോകുക. ഒത്തിരി കളക്ഷൻസ്, പുതിയ ഐറ്റംസ് എല്ലാമായിട്ട്. എൻ്റെ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഞാൻ കുറേ അവഗണിച്ചിട്ടിരിക്കുമായിരുന്നു. അത് എനിക്ക് തന്നെ അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എൻ്റെ കുറച്ച് കസിൻസ്, ബന്ധുക്കൾ, അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഓൺലൈനകത്ത് ശ്രദ്ധ തീരെ കുറവാണ്. പക്ഷെ ശരിയാണ്, അതെൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ യാത്ര കഴിഞ്ഞിട്ടൊരു നേരവും ഇല്ല. ഇങ്ങനെ ഒന്നാമത്തെ ഒരു യാത്രാപ്രാന്തിയാണ്, സത്യം പറയാലോ. വീട്ടിലിരിക്കാൻ കഴിയണമെന്ന് പറഞ്ഞ പോലല്ല. നമുക്ക് ഈ ജീവിതത്തിൽ നമുക്കെല്ലാം കാണുമൊക്കെ വേണ്ടേ. ഇങ്ങനെ ബിസിനസ്സും അതിന് മാത്രം എല്ലായിടും കാണണ്ടേ. എന്തുകൊണ്ട് എന്തുവാ ഇങ്ങനെ വിദേശത്തോടെ ഒന്നും കറങ്ങിയൊന്നും നടന്നിട്ടുമില്ല, നടക്കുന്നുമില്ല, പറ്റുന്നവരൊക്കെ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകൾ ഓൺലൈനെ ബാധിച്ചിട്ടുണ്ട്. ഷോപ്പിനെ ഒരു വിധത്തിലും ഞാൻ ബാധിക്കാൻ അനുവദിക്കത്തുമില്ല. ഓൺലൈനിൽ എവിടെയൊക്കെയോ ഒരിച്ചിരി എണ്ണമൊക്കെ ഭയങ്കര കുറവാണ് സാരി കാണിക്കുന്നത്. കിട്ടുന്ന ഏതെങ്കിലും കുറച്ചുണ്ടെങ്കിൽ എടുത്ത് കാണിയില്ല. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിനെല്ലാം മാറ്റം ഉടനെ വരും, ഉറപ്പായിട്ടും വരും. നല്ല മോഡൽസൊക്കെ വന്നിട്ട് ഉടുപ്പൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ഇട്ട് നിങ്ങളെ കാണിക്കും. അപ്പോൾ എൻ്റെ എന്നാ പറയുന്നത് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. വിന്നറെ നാളെ പറയാം, ഏതാ ഗിവ് അവേയുടെ. താങ്ക് യു.